നമസ്കാരം. ഇന്നത്തെ വിഷയം കെ എസ് ആർ ടി സിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉടൻ ആരംഭിക്കും എന്ന ഒരു റിപ്പോർട്ടാണ് വരുന്നത്. അതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, UDF മുന്നോട്ട് വെച്ച പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു, അല്ലെങ്കിൽ ഗ്യാരണ്ടിയിൽ ഒന്നായിരുന്നു, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകും എന്നുള്ളത്. നമ്മളെല്ലാവരും കരുതി, ഞാൻ കരുതി എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയൊരു ഗ്യാരണ്ടി പറഞ്ഞിരുന്നെങ്കിലും അത് ഒരു ഇലക്ഷൻ വാഗ്ദാനമായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഉടനെയൊന്നും അത് നടപ്പാവില്ല എന്നായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും മന്ത്രിസഭാ രൂപീകരണം നടന്നിട്ടില്ല. മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പേ തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പിലാക്കാനുള്ള ആദ്യ നടപടികളൊക്കെ KSRTC ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ സ്ത്രീകൾക്ക് ടിക്കറ്റിൽ സ്ത്രീയെന്നും പുരുഷനെന്നും വെവ്വേറെ രേഖപ്പെടുത്തിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ പുരുഷന് കൊടുക്കുന്ന ഒരു ടിക്കറ്റിൽ പുരുഷൻ എന്നുണ്ടാവും, സ്ത്രീക്ക് കൊടുക്കുന്ന ടിക്കറ്റിൽ സ്ത്രീ എന്നും ഉണ്ടാവും. അപ്പോൾ അതിൽ ടിക്കറ്റ് മെഷീനിലും ഇന്നു മുതൽ, അതായത് 2026 മെയ് 9 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിലായി. അതായത് ടിക്കറ്റ് മെഷീനിൽ മാറ്റം വരുത്തി. ടിക്കറ്റ് ചെയ്യുമ്പോൾ ടിക്കറ്റ് കൊടുക്കുന്ന വ്യക്തി പുരുഷനാണെങ്കിൽ പുരുഷൻ എന്നതിലുണ്ടാവും, സ്ത്രീ ആണെങ്കിൽ സ്ത്രീ എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്ന് പറയുന്നത് KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊരു ടിക്കറ്റ് പുരുഷനാണോ സ്ത്രീയാണോ കൊടുത്തതെന്ന് കൃത്യമായിട്ട് ഈ വിധത്തിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ രണ്ട് വിഭാഗത്തിലെയും അറിയാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെച്ചം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിദിന നഷ്ടം കണക്കാക്കാൻ കഴിയും. KSRTCയിൽ എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട്, അവർക്ക് സൗജന്യമായി യാത്ര അനുവദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം KSRTCയുടെ വരുമാനത്തിൽ കുറവുണ്ടാവും, അങ്ങനെ ഉണ്ടാകുന്ന വരുമാന നഷ്ടം നികത്താൻ എങ്ങനെ കഴിയും, അത് എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ തീരുമാനം വരുള്ളൂ. അങ്ങനെ കഴിയുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ആദ്യപടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ് സത്യം. അപ്പോൾ കഴിഞ്ഞ മാസം തന്നെ സർക്കാർ ഫണ്ട്, ഇതിൻ്റെ KSRTCയുടെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ വാഗ്ദാനങ്ങളെ നെഗറ്റീവായി കാണുകയല്ല, മറിച്ച് നമ്മൾക്ക് ഇത്തരത്തിലുള്ള കാര്യം, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇതിലൊട്ടും ഒരു രാഷ്ട്രീയവും ഇല്ല. നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് സംസ്ഥാനത്തെ ഒട്ടാകെ, KSRTCയെയും ബാധിക്കരുത്, സംസ്ഥാനത്തെ ഒട്ടാകെയും ബാധിക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മാത്രമാണ് ഞാൻ ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. അപ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ ഏപ്രിലിലെ ശമ്പളം കൃത്യസമയത്ത് കൊടുക്കാൻ KSRTC കഴിഞ്ഞില്ല. കാരണം സർക്കാരിൻ്റെ ഫണ്ട് കിട്ടിയില്ല. അപ്പോൾ ഓരോ മാസവും സർക്കാരിൻ്റെ സബ്സിഡി കിട്ടിയിട്ടാണ് KSRTC ഇപ്പോഴും ശമ്പളം കൊടുക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇത് KSRTCയുടെ പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ KSRTCയുടെ ഒരു അവസാനത്തിലേക്ക് അത് എത്തിച്ചെല്ലും. എല്ലാ സബ്സിഡിയും ഇപ്പോൾ KSRTCയുടെ വരുമാനം ഒരു ദിവസം എത്രയാണെന്ന് ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കൂട്ടാം. അപ്പം നമ്മൾ ഈ ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇങ്ങനെ KSRTC അല്ലേ ഉദ്യോഗസ്ഥരും സാമ്പത്തികമായി മുന്നോക്കത്തിൽ നിൽക്കുന്ന സ്ത്രീകൾക്കുമൊക്കെ എന്തിനാണ് ഇത്തരത്തിൽ സൗജന്യം കൊടുക്കുന്നത്? ആ സൗജന്യം കൊടുത്തിട്ട് ഗവൺമെൻറ് അതിന് അവിടെ ഉണ്ടാകുന്ന വരുമാന നഷ്ടത്തിന് സർക്കാർ റവന്യൂവിൽ നിന്ന് സബ്സിഡി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇങ്ങനെ കണക്കെടുത്താൽ പോലും ഈ കണക്ക് ശരിയാവില്ല. കാരണം ഇപ്പോൾ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് പറയുന്നത് 40% സ്ത്രീകൾ KSRTCയിൽ യാത്രക്കാരാണെന്നാണ്.
ഈ ഒരു ആനുകൂല്യം സൗജന്യ യാത്ര അനുവദിച്ചു കഴിയുമ്പോൾ ഈ 40% എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു 60% എത്തും. അങ്ങനെയെങ്കിൽ 60% സൗജന്യ യാത്രക്കാരെത്തിയാൽ, സ്ത്രീകൾ എത്തിക്കഴിഞ്ഞാൽ, KSRTCക്ക് ഒരു ദിവസം ഏകദേശം 5 കോടി രൂപയുടെ ഷോർട്ടേജ് ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ വരുമാന നഷ്ടം ഒരു ദിവസം 5 കോടി രൂപയുണ്ടാവും. അപ്പൊ ഇങ്ങനെ 5 കോടി രൂപ ഒരു ദിവസം തന്നെ ഉണ്ടാവുമ്പോൾ ഉള്ള സർക്കാർ അത് കവർ ചെയ്യാൻ സബ്സിഡി ആയിട്ട് KSRTCക്ക് അത് കൊടുക്കേണ്ടതായിട്ട് വരും, KSRTC മുമ്പോട്ട് പോകണമെങ്കിൽ. അപ്പം നമ്മൾ ചിന്തിക്കുന്ന കുറച്ചുകൂടി വിപുലമായിട്ട് നമ്മൾ ചിന്തിച്ച ഇത് വാഗ്ദാനം കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതുമല്ല ഇവിടെ പറയുന്നത്, ഒരു ഇമ്പാക്റ്റ് ആണ് ഇതിൽ ഞാൻ പറയുന്നത്. ഈ ഒരു ആരോഗ്യമുള്ള ജനതയ്ക്ക് കൊടുക്കുന്ന സൗജന്യങ്ങൾ ശരിക്കും അവരെ പൂർണ്ണമായും മടിയന്മാരാക്കുമെന്നുള്ളതാണ് സത്യം. നമ്മളിത് കർണാടകയിൽ ഈ പരിപാടി നടത്തിയതാണ്. കർണാടകയിൽ ഈ പരിപാടി നടത്തി, അത് ശക്തി പദ്ധതി എന്ന അതിൻ്റെ പേര് കർണാടകയിൽ നടത്തിയപ്പോൾ അത് അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ സ്വകാര്യ ബസ്സുകളിലെ കളക്ഷൻ കണ്ടമാനം കുറഞ്ഞു, ഓട്ടോ തൊഴിലാളികളുടെ ജോലി നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള സർക്കാർ റവന്യൂ സബ്സിഡി ആയിട്ട് കൊടുക്കേണ്ടി വരുന്നു. സർക്കാരിൻ്റെ വികസന പ്രവർത്തനം, കർണാടകയിലെ കാര്യം ഞാൻ പറഞ്ഞു, വികസന പ്രവർത്തനങ്ങളെ കാര്യമായിട്ട് ബാധിക്കുകയൊക്കെ ഈ സംഭവം, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കിയ കർണാടകത്തിൽ ഉണ്ടായ അനുഭവമാണിത്. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കേരളത്തിൽ നടപ്പിലാക്കിയ, കർണാടകം കേരളത്തെക്കാൾ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷെ കേരളത്തിൽ ഇത് നടപ്പിലാക്കിയാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ 5 കോടി രൂപ ദിവസവും KSRTCക്ക് ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് കൊടുക്കേണ്ടി വരും. മാത്രമല്ല, ഇപ്പൊ KSRTCക്ക് മാസം തോറും സർക്കാർ കൊടുക്കുന്നുണ്ട്, അത് വേറെയും കൊടുക്കണം. എന്നാൽ മാത്രമേ KSRTC ശരിക്കും റൺ ചെയ്യുള്ളൂ എന്നതാണ് നിലവിലുള്ള അവസ്ഥ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് സർക്കാർ, ഈ റവന്യൂ ഈ സബ്സിഡി എന്ന് പറയുന്നത് സർക്കാർ റവന്യൂവിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പദ്ധതികൾ വെട്ടിച്ചുരുക്കേണ്ടി വരാം. അപ്പം ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇന്നിപ്പോൾ സ്ത്രീകൾ, വാർത്തകളിൽ കാണുന്ന സ്ത്രീകളെല്ലാം ഈ പിന്നെ സൗജന്യ യാത്ര തുടങ്ങുന്നതിനെ വളരെയധികം സ്വാഗതം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമാണ്. സ്ത്രീകൾ ഒരു ഇത്തരത്തിൽ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ പറഞ്ഞ ഗ്യാരണ്ടികൾ ഏകദേശം 4-5 ഗ്യാരണ്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഗ്യാരണ്ടികളെല്ലാം നടപ്പിലാക്കിയാൽ, സത്യത്തിൽ അതേപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ നടപ്പിലാക്കിയാൽ കേരളത്തിൻ്റെ ഒരു നാശത്തിൻ്റെ വക്കിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നടപ്പിലാക്കാൻ കഴിയില്ല. ഇത് മാത്രമല്ല, വേറെ ഉണ്ട്. 25 ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ്, പെൺകുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ, അത്തരത്തിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുന്ന ഗ്യാരണ്ടികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം പരിപാടികൾ നടപ്പിലാക്കരുത് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അത്തരം പരിപാടികൾ നടപ്പിലാക്കുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിശോധിക്കണം എന്ന കാര്യം ആണ് ഈ വരാനിരിക്കുന്ന ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ഈ കേരളത്തിൽ ഇപ്പോൾ ഈ KSRTCയിലെ സൗജന്യ യാത്ര തന്നെ നടപ്പിലാക്കുന്നതിന് മുമ്പ് കർണാടകയിൽ അത് നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ദുരനുഭവങ്ങൾ അത് പരിശോധിക്കണം, അതിനെപ്പറ്റി പഠിക്കണം. ഇത്തരത്തിലുള്ള പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുമ്പോൾ അത് കേരളത്തിൻ്റെ പുരോഗതിക്ക് യാതൊരു കാരണവശാലും തടസ്സമാകരുത് എന്നാണ് എനിക്ക് വിനയപുരസ്സരം വരുന്ന ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ കേരളത്തിലെ, എൻ്റെ ഈ അഭിപ്രായം തന്നെയാണ് കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാവുക. വളരെ നമുക്ക് ഫ്രീ കിട്ടുന്ന സന്തോഷമെന്ന് ചിന്തിക്കുന്ന കുറച്ച് സ്ത്രീകൾ ഒഴികെ ബാക്കി എല്ലാവർക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും. സാമ്പത്തികമായിട്ട് കേരളം മുൻപന്തിയിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, തീർച്ചയായും കൊടുക്കണം. പക്ഷെ കേരളം സാമ്പത്തികമായിട്ട് ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ പല മേഖലകളിലും ഉണ്ട്.
നെല്ല് കർഷകർക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ബാധ്യതകൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരളം ഉള്ളത്. ആ സമയത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ കൂടി അത് പലവിധമുണ്ട്. ഗവൺമെന്റ് കുറച്ചുകൂടെ പഠിക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേണമെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന BPL ആയിട്ടുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്കെന്നോ ഇത്ര വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലേക്ക് ഇത് മാറ്റണം. എല്ലാവർക്കും എന്തിനാണ് നമ്മൾ ഈ വലിയ വരുമാനമുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സർക്കാർ ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പ്രൈവറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വലിയ ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾക്കൊക്കെ എന്തിനാണ് സൗജന്യ യാത്ര എന്ന് ഗവൺമെന്റ് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ഈ കേരള പുരോഗതിക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ നമ്മുടെ മുമ്പോട്ടുള്ള പോക്കിനൊരു തടസ്സം ഉണ്ടാവരുത് എന്ന് മാത്രമാണ് ഇതിനെ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരിക്കലും ഇതൊരു രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞതല്ല എന്ന കാര്യം എല്ലാവരോടും പറയുകയാണ്. ഇതിൽ എതിരഭിപ്രായം ഉണ്ടാവാം ചിലർക്ക്. ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കാത്തവരുണ്ടാവാം. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെ നടപ്പിലായാൽ ഇതിൻ്റെ അനന്തര ഫലങ്ങൾ കാത്തിരുന്ന് കാണുക തന്നെ വേണ്ടിവരും എന്നാണ് പറയാനുള്ളത്. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ ടിക്കറ്റിലൊക്കെ തന്നെ ഈ ജെൻഡർ കാണിച്ചു തുടങ്ങിയ ആ ഒരു സാഹചര്യം നിലനിന്നുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. നമ്മൾ ഏത് പരിപാടി നടത്തുമ്പോഴും നമ്മളുടെ വ്യക്തിപരമായിട്ട് എൻ്റെ മാത്രം എനിക്ക് എന്ത് കിട്ടുമെന്ന് മാത്രം ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മൊത്തത്തിൽ കേരളത്തിനും ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിനും ദോഷകരമാകുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ എതിരഭിപ്രായ പ്രകടനങ്ങൾ നടത്തണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്തരത്തിലെ ഒരു വിഷയം ഞാൻ എടുത്തത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.